സയൻസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെറ്റ്സിൻ്റെ ബാക്കി പോർഷനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നിങ്ങൾ സെറ്റ്സിൻ്റെ ക്ലാസ് കേട്ടതാണ്, ഒരു ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഒരു സെറ്റ്സ്, അതുപോലെ തന്നെ ഒരു സെറ്റിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നൊക്കെ പഠിച്ചു. അതുപോലെ സെറ്റ്സിലെ എലമെൻസിനെ നമ്മളെങ്ങനെ ഡിനോട്ട് ചെയ്യും, സെറ്റ്സിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സെറ്റ്സിനെ രണ്ട് ടൈപ്പിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെറ്റ്സിനെ രണ്ട് ടൈപ്പിൽ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതെന്തായിരുന്നു? റോസ്റ്റർ ഫോമിലും സെറ്റ് ബിൽഡർ ഫോമിലും. അതാണ് മെയിനായിട്ട് ആ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്കറിയാം +1 CBSEയിൽ നമ്മുടെ ഏറ്റവും എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്ററാണ് സെറ്റ്സ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ റോസ്റ്റർ ഫോം എന്ന് പറയുന്നതും സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് എപ്പോഴും നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അത് എന്താണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സെറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എക്സാമിന് എങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റോസ്റ്റർ ഫോം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്, സെറ്റ് ബിൽഡർ ഫോം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു സെറ്റിനെ നമ്മൾ റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതും, സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെയായിരിക്കും എഴുതുക എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി നിങ്ങൾക്കൊന്ന് ഓർമ്മ വരാനായിട്ട് ഞാൻ ഒന്നുകൂടി പറയാണ്. റോസ്റ്റർ ഫോമിൽ നമ്മൾ സെറ്റ്സിലെ എലമെൻസിനെ കോമേറ്റ്, സെറ്റ്സിനെ നമ്മൾ ഒരു കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് റെപ്രസെൻ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റോസ്റ്റർ ഫോമിൽ നമ്മൾ സെറ്റ്സിലെ എലമെൻസിനെ കോമേറ്റ് നിരത്തി പിടിച്ച് എഴുതും അല്ലേ. സെറ്റ് ബിൽഡർ ഫോമിലാണെങ്കിൽ അങ്ങനെയല്ല, കോമേറ്റ് നമ്പേഴ്സിന് അല്ലെങ്കിൽ എലമെൻസിനെ എഴുതല്ല ചെയ്യാം. അതിനൊരു സെൻറ്റൻസ് ആക്കിയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, എക്സ് സച്ച് ദാറ്റ്, എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ എലമെൻസിനെ കോമേറ്റ് നിരത്തി എഴുതല്ല ചെയ്യുക, ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യാണ് ചെയ്യുക. റോസ്റ്റർ ഫോമിലാണ് നമ്മുടെ സെറ്റിലുള്ള എലമെൻറ്റുകളെ നമ്മൾ കോമേറ്റ് റെപ്രസെൻ്റ് ചെയ്യുക, ഒരു കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എക്സാമിന് മെയിനായിട്ട് വരിക ഈ റോസ്റ്റർ ഫോമിൽ നിന്ന് സെറ്റ് ബിൽഡർ ഫോമിലേക്കും സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് റോസ്റ്റർ ഫോമിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറയും. നമുക്കൊരു സെറ്റ് തന്നിട്ട്, ഇപ്പോൾ ഒരു സെറ്റ് റോസ്റ്റർ ഫോമിൽ തന്നിട്ട് അതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാനും, അതുപോലെ തന്നെ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് അതിനെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതാനും ആയിരിക്കും നിങ്ങൾക്ക് മെയിനായിട്ട് ചോദിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രോബ്ലങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് സ്ലൈഡ് നോക്കിയാൽ കാണാം, റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം എന്നാണ് നമ്മുടെ ഫസ്റ്റത്തെ. നമ്മൾ ചെയ്യാൻ പോകുന്നത് തന്നിരിക്കുന്ന സെറ്റ്സിനെ റോസ്റ്റർ ഫോമിലേക്ക് റെപ്രസെൻ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ആ ക്വസ്റ്റിനിൽ തന്നെ മനസ്സിലാക്കാം, തന്നിരിക്കുന്നത് ഏത് ഫോമിലാണ്, സെറ്റ് ബിൽഡർ ഫോമിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത്. നമ്മൾ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അല്ലേ, സെറ്റ് ബിൽഡർ ഫോമിൻ്റെ ആ ഫോർമാറ്റിലാണ് അത് എടുക്കണേ. എങ്ങനെയൊക്കെ എടുക്കണേ, A is equal to, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സെറ്റ്സുകളെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ അല്ലേ. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുക. അതാണ് അവിടെ A is equal to എന്ന് പറഞ്ഞിട്ട് സെറ്റ് എന്നാണ് അതിന് വായിക്കുക കേളി ബ്രാക്കറ്റിനെ. ആ സെറ്റ് ബിൽഡർ ഫോമിൻ്റെ ഫോർമാറ്റ് ആണ് അത്. എക്സ് ആ കോളനെ നമ്മൾ എന്താ വായിക്കുക, സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7. ഓക്കെ ആണോ? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ ആൻഡ് -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. അപ്പോൾ അതൊരു സെൻറ്റൻസ് ആക്കിയിട്ടാണ് നമുക്ക് തന്നാണ് അല്ലേ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ, എക്സ് എന്താണ് അവിടെ റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഒരു സെറ്റ് ബിൽഡർ ഫോമിലാണ്. നമ്മൾ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ റോസ്റ്റർ ഫോം എന്തായിരുന്നു
ഓർക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ റോസ്റ്റർ ഫോം എന്തായിരുന്നു എന്ന് മനസ്സിലൊന്ന് ഓർക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഈ തന്നിരിക്കുന്ന സെന്റൻസിലെ എലമെന്റ്സിനെ, അതായത് തന്നിരിക്കുന്ന സെന്റൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ്സിനെ ഒരു സെറ്റില് കോമിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, റോസ്റ്റർ ഫോം എന്ന് പറയാം. അപ്പൊ നോക്കാതെ എങ്ങനെയായിരിക്കും അപ്പൊ എഴുതാം. അപ്പൊ അവരവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ് ഈസ് ആൻ ഇൻഡിജർ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇൻഡിജേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് അറിയണതാ. 0 ഉണ്ട് ഇൻഡിജേഴ്സിൽ, 1 2 3 അങ്ങനെ പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം വരും. അതുപോലെ തന്നെ -1 -2 അങ്ങനെ നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം ഉണ്ട്. പോയിന്റ് വാല്യൂസ് വരില്ല ഇൻഡിജേഴ്സിൽ. അപ്പോൾ നമുക്കറിയാം ഇൻഡിജർ എന്ന് പറയുമ്പോൾ എല്ലാ ഇൻഡിജർ ഇതിൽ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, അവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് നമുക്ക്. -3 < x <7. അതിന്റെ മീനിങ് എന്താണ്? എക്സ് എന്ന് പറയുന്നത് -3ക്കും 7നും ഇടയില്ല അല്ലെ. അപ്പോൾ -3 ഇൻക്ലൂഡഡ് ആണോ എന്നൊരു സംശയം വരും. ഇൻക്ലൂഡഡ് ആണ്. കാരണം എന്താ അവിടെ എഴുതിയാണ്, -3 < എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. <= വന്നു. അപ്പോൾ -3 ഇൻക്ലൂഡഡ് ആണ്. -3 വരും. പിന്നെ അടുത്ത എന്തായിരിക്കും വരാ, -2 -1 0 1 2 3 4 5 6 7 വരുമോ? ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7ന്റെ അടുത്ത് നോക്കിയാൽ കാണാം സിമ്പിൾ എന്താണ് എടുക്കണേ, ലെസ് മാത്രമേ ഉള്ളൂ. <= ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് 7 നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. ആ സെറ്റിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയായിരിക്കും? അപ്പോൾ -3 -2 -1 0 1 2 3 4 5 6. അതിനെ നമ്മൾ എ എന്ന് പറഞ്ഞ സെറ്റില് കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കോമിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഇപ്പൊ അത് എന്തിലേക്ക് മാറി? ആ സെറ്റ് ബിൽഡർ ഫോം എന്തിലേക്ക് കൺവേർട്ട് ആയി? റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ആയി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് മനസ്സിലായെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു സെറ്റ് വന്നിട്ടുണ്ട്. B = set x such that x is a natural number less than 6. വളരെ എളുപ്പമാണ് അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ? വളരെ എളുപ്പമായിട്ട് വായിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്ന പോലെ ഒരു സെന്റൻസ് അവിടെ തന്നെയാണ്. x is a natural number less than 6. അപ്പൊ എന്തൊക്കെയായിരിക്കും നാച്ചുറൽ നമ്പേഴ്സിൽ? നമുക്കറിയാം 0 വരില്ല. 1 തൊട്ടുള്ള പോസിറ്റീവ് നമ്പേഴ്സ് ആണ് നാച്ചുറൽ നമ്പേഴ്സിൽ വരിക. അപ്പോൾ 6നേക്കാളും ചെറിയ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും വരാ? 1 2 3 4 5 6 വരുമോ? ഇല്ല. <6 എന്ന് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബി എന്ന് പറഞ്ഞ സെറ്റിൽ എന്തായിരിക്കും വരിക? 1 2 3 4 5. ഓക്കെ ആണോ? റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ടായി. തന്നിരിക്കുന്ന എന്തിലായിരുന്നു? സെറ്റ് ബിൽഡർ ഫോമില്. ഈ റോസ്റ്റർ ഫോമിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് കേട്ടോ, ടാബുലാർ ഫോം. ഞാൻ അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. റോസ്റ്റർ ഫോമിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് ടാബുലാർ ഫോം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. <= set x such that x is a 2-digit number such that the sum of its digit is 8. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് ഒരു 2-digit നമ്പർ ആണ്. 2-digit നമ്പർ ആയാൽ മാത്രം പോരാ, വേറൊരു കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 8 എന്ന്. ആ ഡിജിറ്റുകൾ തമ്മിലുള്ള, അതായത് 1's ഡിജിറ്റും 10's ഡിജിറ്റും തമ്മിലുള്ള സം എന്ന് പറയുന്നത് എന്താന്ന് തന്നിട്ടുണ്ട്? 8 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ആൻസർ എന്തായിരിക്കും വരിക? സി എന്ന് പറഞ്ഞ സെറ്റിൽ എന്തൊക്കെയായിരിക്കും വരിക? 17. ഓക്കെ ആണോ? 7 1 കൂടി ആഡ് ചെയ്താൽ 8 കിട്ടും. ഓക്കെ അല്ലേ. അപ്പൊ തിരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? 71. ഓക്കെ അല്ലേ. 2-digit നമ്പർ ആണ്. സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 8. 7 + 1 is 8. അതുപോലെ തന്നെ 26 എഴുതാം. തിരിച്ച് നമുക്ക് 62 എന്ന് എഴുതാം. 35 എഴുതാം. അതുപോലെ തിരിച്ച് 53 എഴുതി. 44 80. ഓക്കെ അല്ലേ. ഇത്രയാണ് സം ഓഫ് ഡിജിറ്റ് 8 വരുന്ന 2-digit നമ്പേഴ്സ്. അപ്പോൾ സി എന്ന് പറഞ്ഞ സെറ്റും റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ആയി. ഓക്കെ അല്ലേ. ക്ലിയർ ആയിരുന്നു ശരി. ഇനി ഫോർത്ത് ആണ് ഒരെണ്ണം തന്നിട്ടുണ്ട്. D = set x such that x is a prime number which is divisor of 6. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് ഒരു കാര്യം അറിഞ്ഞിരിക്കണം. എന്താണ് പ്രൈം നമ്പേഴ്സ് എന്നുള്ളത് അല്ലെ. പ്രൈം നമ്പേഴ്സ് എന്നുള്ള കാര്യം അറിഞ്ഞാൽ മാത്രമാണ് ഇതിന്റെ ആൻസർ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ പ്രൈം നമ്പർ എന്താണെന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പറും പിന്നെ 1ഉം മാത്രമാണ് ഡിവിസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ അല്ലെ. അപ്പോൾ 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റണ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മുടെ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിരിക്കുന്നത്. എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്
X is a prime number which is divisor of 6. അപ്പോൾ 1 നമ്മൾ പ്രൈം നമ്പർ ആയിട്ട് കൂട്ടില്ല. അപ്പോൾ 2, 3, 5, 7 അങ്ങനെയൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് വരിക. അപ്പോൾ 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 2ഉം 3ഉം കഴിയും അല്ലേ? അപ്പോൾ അതിനെ നമ്മളൊരു സെറ്റിൽ D is equal to set 2, 3 എന്നതിനെ റോസ്റ്റർ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. F is equal to set X such that X is the set of all letters in the word trigonometry. എന്താ പറഞ്ഞിരിക്കണേ? ഇത്ര നേരം ചെയ്ത ക്വസ്റ്റ്യൻസ് അപേക്ഷിച്ച് വേറൊരു വ്യത്യസ്തമായിട്ടൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഒരു വേർഡ് തന്നിരിക്കുന്നു. അപ്പോൾ X ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ആ വേർഡിലെ ലെറ്റേഴ്സിനെയാണ് X ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയായിരിക്കും വരിക? T വരും. ട്രിഗ്നോമെട്രിയിൽ T വരും, കോമ R എഴുതാം, കോമ I, കോമ G വരും, കോമ N, കോമ O, കോമ M, കോമ E, വീണ്ടും T വന്നു. അപ്പോൾ T ഒരു വട്ടം നമ്മൾ എഴുതിയതാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം, റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അതിനെ വീണ്ടും എഴുതണോ? വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല. ഒരു ലെറ്റർ തന്നെ അല്ലെങ്കിൽ ഒരു നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമില്ല. ഒരു വട്ടം എഴുതിയാൽ മതി സെറ്റിൽ. ഇപ്പോൾ T 2 വട്ടം അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ T ഒരു വട്ടം നമ്മൾ എഴുതിയിട്ടുണ്ട്, ഓൾറെഡി എഴുതിയിട്ടുണ്ട് T എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല സെറ്റിൽ. അപ്പോൾ ഓക്കെ, T കളഞ്ഞു. പിന്നെ ഒരു R ഉണ്ട്, Y. R നമ്മൾ എഴുതിയതാണ്, അപ്പോൾ R എഴുതേണ്ട ആവശ്യമില്ല, Y. ഓക്കെ, അപ്പോൾ സെറ്റിൽ വരിക. F എന്ന് പറഞ്ഞ സെറ്റിൽ റോസ്റ്റർ ഫോമിൽ വരിക. സെറ്റ് T, R, I, G, N, O, M, E, Y. ഓക്കെ ആണോ? അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. റിപ്പീറ്റ് ചെയ്ത് ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ സെറ്റിൽ നമ്മൾ അതിനെ ഒരു വട്ടമാണ് റെപ്രസെന്റ് ചെയ്യുള്ളൂ. 2-3 വട്ടം ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് എഴുതില്ല, ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. G is equal to set X is an integer, X square less than or equal to 4. അപ്പോൾ X ഒരു ഇൻഡിജർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താ കണ്ടീഷൻ തന്നിരിക്കണേ? X square less than or equal to 4 ആണ് അല്ലേ? ആ കണ്ടീഷനും കൂടി അത് സാറ്റിസ്ഫൈ ചെയ്യണം. അല്ലാതെ എല്ലാ ഇൻഡിജേഴ്സും നമുക്ക് ആ സെറ്റിൽ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എഴുതാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ? എല്ലാ ഇൻഡിജേഴ്സും ആ തന്നിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അപ്പോൾ നോക്കാം, അത് സാറ്റിസ്ഫൈ ചെയ്യണം, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണ നമ്പേഴ്സിനെ മാത്രമാണ് നമുക്ക് ആ സെറ്റിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ വരുന്നത്. നമുക്കറിയാം ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റീജേഴ്സ് തുടങ്ങിയത് 0 എന്നാണ് തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ 0 കൊടുത്ത് നോക്കാം നമുക്ക് ആ എക്സിന്. അപ്പോൾ 0 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? 0 ആണ് അല്ലേ? അത് 4നേക്കാളും ചെറുതാണല്ലോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4നേക്കാളും ചെറുതാണോ അല്ലെങ്കിൽ 4നോട് ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ 0 ആണ് കിട്ടിയത്, 0 4നേക്കാളും ചെറുതാണ്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്തു. നമ്മുടെ റോസ്റ്റർ ഫോമിൽ എന്ത് വന്നു? 0 എഴുതാൻ പറ്റും. ഇനി 1 എഴുതാൻ പറ്റില്ലേ? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആ കിട്ടുക അല്ലേ? 1 4നേക്കാളും ചെറുതാണെന്ന് അറിയാലോ. അപ്പോൾ 1 എഴുതി. ഇനി ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ 1 എഴുതിയോടെ നമുക്ക് എന്ത് എഴുതാം? തിരിച്ച് നെഗറ്റീവ് 1 കൊടുത്തു നോക്കാം. നെഗറ്റീവ് 1 സ്ക്വയർ എന്ന് പറയുന്നത് എന്താ വരിക? 1 വരും. 1 4നേക്കാളും ചെറുതല്ലേ? അപ്പോൾ നെഗറ്റീവ് 1ഉം ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. നെഗറ്റീവ് 1 നമ്മൾ അവിടെ എഴുതി. ഇനി അടുത്തത് വരിക നെഗറ്റീവ് 2 കൊടുത്തു നോക്കാം നമുക്ക്. അപ്പോൾ നെഗറ്റീവ് 2 കൊടുക്കുമ്പോൾ എന്താ വരിക? അല്ലെങ്കിൽ 2 കൊടുത്ത് നോക്കാം കേട്ടോ. 2 കൊടുക്കുമ്പോൾ എന്താ വരിക? 2 സ്ക്വയർ. 2 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടാവില്ല അല്ലേ? ശ്രദ്ധിക്കുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ 2 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടാം? 4. ഈക്വൽ ആണ് 4നോട്. ദാറ്റ് ഈസ് നമ്മുടെ 2 എന്ന് പറഞ്ഞ നമ്പർ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 എഴുതി. ഇനി 2 സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആരും സാറ്റിസ്ഫൈ ചെയ്യും? -2ഉം അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ -2 അതിലത്തെ ഒരു മെമ്പറാണ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ സെറ്റിൽ വരിക 0, 1, 2, -1, -2. 3 എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം 3 ഒരു ഇൻഡിജർ ആണ്, അല്ലെങ്കിൽ -3 ഒരു ഇൻഡിജർ ആണ്. പക്ഷെ ആ 3 ആ എക്സിന് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? 3 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 വരും. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 അല്ലേ കിട്ടുക? 9 4നേക്കാളും ചെറിയ നമ്പർ ആണോ? അല്ല. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അത് ഇൻഡിജർ ആണെങ്കിലും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് 3 നെഗറ്റീവ് 3 ഒന്നും എന്തിൽ എഴുതാൻ പറ്റില്ല? നമ്മുടെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതും ആ സെറ്റിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ എന്ന് ചോദിക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ കണ്ട പ്രോബ്ലംസ് എന്തായിരുന്നു? ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇത്ര നേരം ഒരു 6 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 6 ക്വസ്റ്റ്യൻസും ചെയ്തത്. ഇനി നമുക്ക് നേരെ തിരിച്ചു വരാം. നേരെ തിരിച്ചെന്ന് പറയുമ്പോൾ അപ്പോൾ എങ്ങനെയായിരിക്കും? ഈ
റോസ്റ്റർ ഫോമിൽ തന്നിട്ട് അതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് സ്ഥിരമായിട്ട് ചിലപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ മാച്ച് ദ ഫോളോയിങ് വരും. ഈ സെറ്റിൽ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റോസ്റ്റർ ഫോമിലുള്ള കുറച്ച് സെറ്റുകൾ ലെഫ്റ്റ് സൈഡിൽ തരും, നമ്മുടെ സെറ്റ് ബിൽഡർ ഫോമിലുള്ള കുറച്ച് സെറ്റ്സ് റൈറ്റ് സൈഡിൽ തരും. എന്നിട്ട് നമ്മൾ ഈ സെറ്റ് ബിൽഡർ ഈ റോസ്റ്റർ ഫോമിനെ എന്തിലേക്ക് മാച്ച് ചെയ്യണം? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാച്ച് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ നോക്കാം, ഒരു മാച്ച് ദ ഫോളോയിങ് കാണാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ലെഫ്റ്റിൽ നമുക്ക് തന്നേണത് റോസ്റ്റർ ഫോമിലാണ്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ആ സെറ്റില് നമ്പേഴ്സിനെ കോമേറ്റ് അല്ലെങ്കിൽ എലമെന്റ്സിനെ കോമേറ്റ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് റോസ്റ്റർ ഫോമിലാണ്. റൈറ്റ് സൈഡിൽ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്, ഒരു സെന്റൻസ് ആക്കിയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ലെഫ്റ്റിലുള്ള റോസ്റ്റർ ഫോമിനെ എന്തിലേക്ക് മാച്ച് ചെയ്യണം? ഈ റൈറ്റിലുള്ള സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാച്ച് ചെയ്യാൻ നമ്മൾ ചെയ്യാൻ പോകും. അപ്പൊ നമുക്ക് നോക്കാം. ലെഫ്റ്റില് ഫസ്റ്റ് വൺ കിടക്കുന്നത് എന്താ? സെറ്റ് 1 2 3 6 അല്ലെ? അപ്പൊ നമ്മൾ റൈറ്റിൽ നോക്കണം അതിന് മാച്ച് ആവണ സെറ്റ് ബിൽഡർ ഫോം ഏതാണ്? ആ 1 2 3 6 എന്ന് പറഞ്ഞ സെറ്റിന് മാച്ച് ആവണ സെറ്റ് ബിൽഡർ ഫോം ഏതാണ്? അപ്പൊ ആദ്യത്തെ സെറ്റ് ബിൽഡർ ഫോം എടുക്കുന്നത് എന്താ? എക്സ് ഈസ് എ പ്രൈം നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. അത് നമ്മൾ നേരത്തെ നോക്കിയതാണ് അല്ലെ? 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റണ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 3 ആണ് നമ്മൾ നേരത്തെ ചെയ്തൊരു ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുണ്ടായി. പക്ഷെ അപ്പോൾ 1 6 അതിൽ പെടും ഇല്ലേ? അപ്പൊ ഫസ്റ്റ് 1 അല്ല എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഡിവൈസർ ഓഫ് 6 പ്രൈം നമ്പർ ആണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ 2 3 മാത്രമേ അത് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. പക്ഷെ നമ്മുടെ 1 പറഞ്ഞ സെറ്റിൽ കിടക്കുന്നത് 1 2 3 6 ഉണ്ട് അല്ലേ? അപ്പൊ ഫസ്റ്റ് 1 അല്ല എന്ന് മനസ്സിലായി. രണ്ടാമത്തെ എന്താ പറഞ്ഞിരിക്കണേ? എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. അപ്പൊ അതെല്ലാം ഉറപ്പാണ്. ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറയണ്ട. അപ്പൊ 2 വരും അതില് ഇല്ല. അപ്പൊ ബിയും അല്ല അല്ലെ? പിന്നെ ആരായിരിക്കും? സി ആണോ നോക്കുക. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. ശരിയാവുണ്ടോ നോക്കൂ. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണ്, അത് 6ന്റെ ഡിവൈസർ ആണ്. അപ്പൊ ഏതൊക്കെയാ 6ന്റെ ഡിവൈസർ ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 വരാം, 2 വരാം, 3 വരാം, 6 വരാം. ശരിയല്ലേ? അപ്പൊ നമ്മുടെ 1 സാറ്റിസ്ഫൈ ചെയ്യണ സെറ്റ് ബിൽഡർ ഫോം ഏതാണ്? സി ആണ് നമ്മുടെ 1 സാറ്റിസ്ഫൈ ചെയ്യണ സെറ്റ് ബിൽഡർ ഫോം. മനസ്സിലായോ? അപ്പൊ 1ന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സി ആയിരിക്കും 1ന്റെ ആൻസർ. സി മാച്ചസ് ടു 1. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ നോക്കാം. 2 3. രണ്ടാമത്തെ സെറ്റിൽ നമുക്ക് തന്നിരിക്കുന്നത് 2 3 അല്ലേ? 2 3 എന്ന് പറയുമ്പോൾ ഓക്കെ നമുക്ക് നോക്കാം. എയിൽ എന്താണ് എടുക്കണേ? എക്സ് ഈസ് എ പ്രൈം നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 6. നേരത്തെ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് 6ന്റെ ഡിവൈസർ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ്. ഉറപ്പായിട്ട് നമുക്കറിയാം ആരാണ് അതിലുണ്ടാവുക? 2 3. അപ്പൊ ഓക്കെ ആണോ? അപ്പൊ 2ന്റെ ആൻസർ എന്തായിരിക്കും? എ ആയിരിക്കും. 2 മാച്ച് ചെയ്യും. ഓക്കെ ആണോ? 2ന്റെ ആൻസർ എന്ന് പറയുന്നത് എ ആയിരിക്കും. ഇനി 3 നോക്കാം. 3 വളരെ എളുപ്പമാണല്ലേ? 3ൽ എന്താണ് എടുക്കണേ? MATH എന്ന് പറഞ്ഞ കുറെ ലെറ്റേഴ്സ് എടുക്കണം. അപ്പൊ ഉറപ്പായിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ ആർക്കും മനസ്സിലാവും. നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? മാത്തമാറ്റിക്സിലെ ലെറ്റേഴ്സ് ആണ് അതിനെ സെറ്റ് ആക്കിയിട്ട് റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ 3യുടെ ആൻസർ എന്തായിരിക്കും? ഡി ആയിരിക്കും 3യുടെ ആൻസർ വരും. അപ്പോൾ 3 മാച്ചസ് ടു ഡി. ഓക്കെ ആണോ? ഇനി ലാസ്റ്റ് ഒരാളേ ഉള്ളൂ. അപ്പൊ എഗെയിൻ നിങ്ങൾക്ക് അറിയാം ആർക്കായിരിക്കും മാച്ച് ചെയ്യുക? 4 ആർക്കായിരിക്കും മാച്ച് ചെയ്യുക? ബി അല്ലേ? 4ൽ എന്താണ് എടുക്കണേ? 1 3 5 7 9. ബിയിൽ എന്തായിരിക്കും പറഞ്ഞിരിക്കണേ? എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. ശരിയല്ലേ? 6നേക്കാളും ചെറിയ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് 1 3 5 7. ഇതിൽ 9 ഇല്ലാണ്ട് അതിൽ ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട്. 6നേക്കാളും ചെറിയ നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1 3 5 7 മാത്രമേ ഉള്ളൂ, 9 അതിലില്ല. നിങ്ങൾ പഠിക്കുമ്പോൾ കറക്റ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ 4ന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ ആണോ? ഇങ്ങനെയാണ് ഈ സെറ്റ്സിൽ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യും. അപ്പൊ ആദ്യത്തെ ഒരെണ്ണം അല്ലെങ്കിൽ ആദ്യത്തെ 1 2 ഒക്കെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വളരെ എളുപ്പമായിട്ട് മാച്ച് ചെയ്യും. ആദ്യത്തെ ഒരെണ്ണം ചെയ്യാൻ മാത്രമാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പൊ റോസ്റ്ററിൽ നിന്ന് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റാൻ പഠിച്ചു. ഇനി സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് റോസ്റ്റർ ഫോം തന്നിട്ട് അതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റാനായിട്ട് പോകാറുണ്ട്.
അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കണേ? സെറ്റ് 3, 6, 9, 12 അല്ലേ? 3, 6, 9, 12. അപ്പോൾ ഈ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പലർക്കും പല ടൈപ്പിൽ എഴുതാൻ പറ്റും. അതായത് ഒരു ആൻസർ ആയിരിക്കില്ല ഇതിന് വരും. ഇപ്പോൾ ചിലവർക്ക്, അപ്പോൾ ഞാൻ പറയാം എങ്ങനെയാണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെ 2 ടൈപ്പിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ അതിൽ എലമെന്റ്സ് നോക്കിയാൽ നിങ്ങൾ 3, 6, 9, 12 അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് തോന്നാം അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താ? 3യുടെ മൾട്ടിപ്പിൾ ആണ് എല്ലാം അല്ലേ? 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അതിന് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം, x is a multiple of 3 less than 15 എഴുതാൻ സാധിക്കും. ശരിയല്ലേ പറഞ്ഞേ? x is a multiple of 3 less than 12 എഴുതാം അതിന്റെ ആൻസർ ആയിട്ട്. നമ്മൾ ഈ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതുമ്പോൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അതിന്റെ ഫോർമാറ്റ് എന്താ? ഒരു സെറ്റില് x such that x is അതിന്റെ എന്താ എലമെന്റ്സ് എന്താ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് വെച്ചാൽ ആ കണ്ടീഷൻ എഴുതാം, അല്ലെങ്കിൽ അതിനൊരു സെന്റൻസ് ആക്കി റെപ്രസെന്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ റോസ്റ്റർ ഫോം നോക്കിയാലായിട്ട് നമുക്ക് കാണാം ഇതെല്ലാം 3യുടെ മൾട്ടിപ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, ചിലർക്കൊക്കെ വേണമെങ്കിൽ എഴുതാൻ തോന്നും, മൾട്ടിപ്പിൾ ഓഫ് x is a multiple of 3 less than 15 എഴുതാം വേണമെങ്കിൽ. അങ്ങനെ എഴുതിയാലും ആൻസർ തെറ്റല്ല. പക്ഷെ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് കുറച്ചുകൂടി സെന്റൻസ് ആക്കി എഴുതാണ്ട് അതിനൊരു ഇക്വേഷൻ ഫോമിലാണ് എഴുതിയത്. നിങ്ങൾ നേരത്തെ പോലെ എഴുതിയാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നോക്കുക, അതിന് ഇക്വേഷൻ ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റും? മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് അല്ലേ? അപ്പോൾ x such that, നിങ്ങൾ സ്ക്രീനിൽ നോക്കുക, x such that x equal to 3n. ശരിയാണോ? 3യുടെ മൾട്ടിപ്പിൾ അല്ലേ? ആ മൾട്ടിപ്പിളിനെ ഞാൻ എന്തെന്ന് കൊടുത്തു? n എന്ന് കൊടുത്തു. ഇനി n എന്ന് പറയുന്നത് 12 വരെ നമ്മുടെ റോസ്റ്റർ ഫോമിലുള്ളൂ. അപ്പോൾ n എവിടെ വരെ പോവുക? 1 തൊട്ട് 4 വരെ. അതാണ് ആ റേഞ്ച് കൊടുത്തിരിക്കുന്നത്. n belongs to n, capital N. Capital N denote ചെയ്യുന്നത് എന്താ? നാച്ചുറൽ നമ്പേഴ്സ്. That is n belongs to capital N. n ന്റെ റേഞ്ച് ആണ് അതിന്റെ അടുത്ത് എഴുതിയിരിക്കുന്നത്. 1 less than or equal to n less than or equal to 4. അപ്പോൾ നിങ്ങൾ നോക്കി 1 n ന് 1 കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക? x equal to 3 എന്ന് കിട്ടും. 3 × 1 3 എന്ന് കിട്ടും. n ന് 2 കൊടുക്കുമ്പോഴോ 3 × 2 6 എന്ന് കിട്ടി അല്ലേ? n ന് 3 കൊടുക്കുമ്പോഴോ 3 × 3 9 എന്ന് കിട്ടി. n ന് 4 കൊടുക്കുമ്പോഴോ 3 × 4 12. ശരിയല്ലേ? നമ്മുടെ സെറ്റ് കിട്ടുന്നില്ലേ? നമ്മുടെ റോസ്റ്റർ ഫോമിലുള്ള സെറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെന്റൻസ് ആക്കിയിട്ട് എഴുതാം, x such that x is a multiple of 3 less than 15 എഴുതാം. അല്ലെങ്കിൽ ഇതുപോലെയും റെപ്രസെന്റ് ചെയ്യാം. ഇതുപോലെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചുകൂടി ഒരു വൃത്തി ഉണ്ടാവും കാണാനായിട്ട്. മറ്റേ നമ്മളിങ്ങനെ വാരി വലിച്ച് എഴുതുന്ന പോലെ തോന്നും. അപ്പോൾ ഇത് കുറച്ചുകൂടി മാത്തമാറ്റിക്കലായിട്ട് എഴുതുന്നതാണ് ഇപ്പം ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സെറ്റ് 2, 4, 8, 16, 32. അപ്പോൾ അത് 2ന്റെ മൾട്ടിപ്പിൾ ആണോ? അത് ആ ക്വസ്റ്റ്യൻ കാണുമോ? അല്ല, അതിൽ നമ്മൾ 6 വന്നിട്ടില്ല 2ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 10 വന്നിട്ടില്ല. അപ്പോൾ കുറേ നമ്പേഴ്സ് മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ 2ന്റെ മൾട്ടിപ്പിൾ അല്ല അത്. 2ന്റെ മൾട്ടിപ്പിൾ എല്ലാം വന്നിട്ടില്ല. അപ്പോൾ x is a multiple of 2 less than 32 അങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ല. ശരിയല്ലേ? അപ്പോൾ പിന്നെ ആ നമ്പേഴ്സ് വേറെ എന്തെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കാം. അപ്പോൾ നോക്കിയോ, 2, 4, 8, 16, 32 അങ്ങനെയാണ് നമ്പേഴ്സ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2⁻1 അല്ലേ 2. അതുപോലെ 2⁻2 ചെയ്താൽ നമുക്ക് 4 കിട്ടില്ലേ? 2⁻3 ചെയ്ത് കഴിഞ്ഞാൽ 8 കിട്ടും. 2⁻4 ചെയ്ത് കഴിഞ്ഞാൽ 16 കിട്ടും. 2⁻5 ചെയ്ത് കഴിഞ്ഞാൽ 32 കിട്ടും. ശരിയാണോ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ആ തന്നിരിക്കുന്ന ഫോം ഒരു 2⁻n എന്ന് പറഞ്ഞൊരു ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം ആയിട്ട് ഞാൻ എന്തായിരിക്കും എഴുതാം? x such that x equal to 2⁻n. എല്ലാ n ഉണ്ടോ? ഇല്ല. n belongs to capital N, n ന്റെ റേഞ്ച് കൊടുക്കാണ്. 32 വരെയാണ് കിട്ടിയിരിക്കണം നമുക്ക് സെറ്റിൽ അല്ലേ? അപ്പോൾ n ന്റെ റേഞ്ച് എവിടെ വരെ പോകും? 5 വരെ. 2⁻5 ആണ് 32. That is ഞാൻ ആ റേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കിയേ, 1 less than or equal to n less than or equal to 5. ഓക്കെ അല്ലേ? അപ്പോൾ n ന് 1 കൊടുക്കുമ്പോൾ 2⁻1 2 കിട്ടും. n ന് 2 കൊടുക്കുമ്പോൾ 2⁻2 4 കിട്ടും. n ന് 3 കൊടുക്കുമ്പോൾ 2⁻3 8 കിട്ടും. n ന് 4 കൊടുക്കുമ്പോൾ 16, n ന് 5 കൊടുക്കുമ്പോൾ 32. ഓക്കെ, ഇനി നമ്മുടെ സെറ്റ് ക്ലിയർ ആയില്ലേ? ഇനി നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5, 25, 125, 625. ഇത് നേരത്തെ മുൻപ്, അതായത് സെക്കൻഡ് വണ്ണിൽ ചെയ്ത അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് 2⁻n ആയിരുന്നു. നിങ്ങൾ നോക്കിയേ, ഇത് 5⁻n അല്ലേന്ന്? 5ന്റെ പവറുകളല്ലേ വന്നാണ്? 5⁻1 5, 5⁻2 25, 5⁻3 125, 5⁻4 625 എഴുതും.
ശരിയല്ലേ? അപ്പൊ ഞാൻ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോർമുല റെപ്രസെന്റ് ചെയ്യും? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 5n, n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. പിന്നെ എന്തായിരിക്കും ഞാൻ എഴുതാൻ പോവാ? ആ റേഞ്ച് അല്ലേ? അപ്പൊ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ശരിയായോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് 2, 4, 6 എക്സെട്ര ഇങ്ങനെ കുത്തിട്ടുണ്ട്, എക്സെട്ര അല്ലെ? അപ്പൊ നേരത്തെ ചെയ്ത 3 ക്വസ്റ്റ്യൻസ് പോലെയല്ല, അവിടെ ഒരു അവസാനം ഉണ്ടായിരുന്നു അല്ലെ? ഇവിടെ ഇങ്ങനെ കുത്തിട്ട് പോവാന്ന് വെച്ചാൽ എന്താ? അത് അവസാനിക്കണില്ല എന്നതിന്റെ അർത്ഥം അല്ലെ? അപ്പൊ എങ്ങനെ എഴുതാ നമുക്കതിനെ? എക്സ് ഈസാൻ. അപ്പൊ ഇവിടെ റേഞ്ച് എഴുതേണ്ട ആവശ്യമില്ല, നേരത്തെ ചെയ്ത പോലെ നേരത്തെ നമുക്ക് റേഞ്ച് എഴുതേണ്ട ആവശ്യം വന്നു. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നൊക്കെ എഴുതണം. എന്തിനാണ് എഴുതേണ്ട വന്നേ? അതൊരു നമ്പർ വെച്ചിട്ട് അവസാനിക്കുക ചെയ്യണം അല്ലെ? പക്ഷെ ഈ സെറ്റ് നോക്കൂ നിങ്ങൾ, ഇത് കുത്തിട്ട് പോവാം അല്ലെ? അതിന്റെ അർത്ഥം എന്തായാലും അവസാനിക്കുന്നില്ല. അപ്പൊ റേഞ്ച് ചെയ്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2, 4, 6, 8 ഒക്കെ എന്ത് നമ്പേഴ്സാ? ഈവൻ നമ്പേഴ്സ് ആണ്, ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതിനെ ഞാൻ എങ്ങനെയായിരിക്കും സെറ്റ് ബിൽഡർ ഫോർമുല റെപ്രസെന്റ് ചെയ്യാം? x such that x is an even natural numbers. That's all. റേഞ്ച് ചെയ്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി അതുപോലത്തെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1, 4, 9 എക്സെട്ര 100 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് അവസാനിക്കുന്നുണ്ട്, റേഞ്ച് ചെയ്തേണ്ട ആവശ്യമുണ്ട് ഇവിടെ. അപ്പൊ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നോക്കാം നിങ്ങൾ, റേഞ്ച് ചെയ്തേണ്ട ആവശ്യമുണ്ടോ? റേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഒരു സെറ്റിൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ റേഞ്ച് ചെയ്തില്ലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഈ ക്വസ്റ്റ്യനില് 1, 4, 9 എക്സെട്ര 100 എന്ന് പറയുമ്പോൾ 100 വെച്ചിട്ട് ആ സെറ്റ് അവസാനിക്കുന്നുണ്ട്. പിന്നെ 101, 102ലേക്ക് പോണില്ല. അപ്പൊ നമ്മൾ റേഞ്ച് ചെയ്തേണ്ട നിർബന്ധമായിട്ട് എന്ത് ചെയ്തിട്ട് വരും? റേഞ്ച് ചെയ്തിട്ട് വരും. അപ്പൊ 1, 4, 9 ലാസ്റ്റ് 100 തന്നിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 1ന്റെ സ്ക്വയർ ആണ് 1 അല്ലെ? 2ന്റെ സ്ക്വയർ ആണ് 4, 3യുടെ സ്ക്വയർ 9, അടുത്തത് വരും 4ന്റെ സ്ക്വയർ 16 വരും, 5ന്റെ സ്ക്വയർ 25 വരും. എല്ലാം എന്തിന്റെ സ്ക്വയറുകളാണ്? നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ്. ലാസ്റ്റ് വന്നിരിക്കുന്ന നമ്പർ എന്താ? 100 ആണ്. അത് ആരുടെ സ്ക്വയറാ? 10ന്റെ സ്ക്വയർ ആണ് അറിയാം അല്ലെ? അപ്പൊ എവിടെ തൊട്ട് എവിടെ വരെ ആയിരിക്കും റേഞ്ച് വരാ? 1 തൊട്ട് 10 വരെ. അപ്പൊ ഞാൻ എങ്ങനെയായിരിക്കും എഴുതാൻ പോകുക? x such that x equal to n square, n belongs to capital N. ആ n-ന്റെ റേഞ്ച് ആണ് അതിന്റെ അടുത്ത് എഴുതിയിരിക്കണേ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഓക്കെ അല്ലേ? 11 എഴുതേണ്ട ആവശ്യമുണ്ട്. 11 എഴുതിയ ആരായിരിക്കും വരിക? 121. 121 നമ്മുടെ സെറ്റിൽ ഉണ്ടാവും? ഇല്ല. അപ്പൊ എവിടെ വെച്ച് റേഞ്ച് അവസാനിച്ചു? 10. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇങ്ങനെ കുത്തിട്ട് അവസാനിക്കാണ്ട് വന്നാൽ റേഞ്ച് എഴുതേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരു സെറ്റ് എവിടെയെങ്കിലും വെച്ച് അവസാനിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു നമ്പർ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്ത് എഴുതേണ്ടി വരും? ഈ റേഞ്ച് എഴുതി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ റേഞ്ച് എഴുതാണ്ട് നിങ്ങൾ ആൻസർ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് തെറ്റായിരിക്കും ഉത്തരം കിട്ടാം. ഓക്കെ ആണോ? അപ്പൊ എല്ലാവരും ഈ സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് റോസ്റ്റർ ഫോമിലേക്കും, റോസ്റ്റർ ഫോമിൽ നിന്ന് സെറ്റ് ബിൽഡർ ഫോമിലേക്കും കൺവേർട്ട് ചെയ്യാനായിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചാൽ മാത്രമാണ് അടുത്ത നമ്മളെ എന്താ പറയുക അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് റോസ്റ്റർ ഫോമിലായിരിക്കും തരിക, അതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതിയിട്ടായിരിക്കും നമ്മൾ അതിനെ മാറ്റാൻ പോകുക. അപ്പൊ ഇതെല്ലാവരും കറക്റ്റായിട്ട് മനസ്സിലാകും. ഇപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ സെറ്റ് ബിൽഡർ ഫോമും റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞൊരു ഭാഗം. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.